പരമാത്മ ജ്യോതിധർമ്മ സന്ദേശയാത്രയ്ക്ക് പെരുമ്പാവൂരിൽ സ്വീകരണം നൽകി. പ്രത്യേകം സജ്ജമാക്കിയ വാഹനത്തിൽ സഹസ്ര ജ്യോതിർലിംഗത്തിന്റെ പ്രദർശനവും ഉണ്ടായിരുന്നു. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ നേതൃത്വത്തിലാണ് യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ജഗത് പിതാവും ഭഗത് ഗുരുവുമായ പരമാത്മാവിന്റെ ധർമ്മ സന്ദേശവുമായി ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെയുള്ള പരമാത്മ ജ്യോതി ധർമ്മ സന്ദേശയാത്രയ്ക്ക് പെരുമ്പാവൂരിൽ സ്വീകരണം നൽകി. പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലായിരുന്നു സ്വീകരണം ഒരുക്കിയത്. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ നേതൃത്വത്തിലാണ് യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. യാത്രാ ക്യാപ്റ്റൻ ബ്രഹ്മകുമാർ അരവിന്ദാക്ഷന്റെ സാരഥ്യത്തിൽ ഏകദേശം 800ഓളം ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്ന യാത്ര ആധ്യാത്മിക ജ്ഞാനം അന്വേഷിക്കുന്നവർക്ക് നിർദ്ദേശങ്ങളും ധർമ്മോപദേശങ്ങളും നൽകിയാണ് കടന്നുപോകുന്നത്. പരമാത്മ ജ്യോതി ധർമ്മ സന്ദേശയാത്ര അമ്പലപ്പുഴയിൽ നിന്ന് നവംബർ 16 അമ്പലപ്പുഴയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഈ പരമാത്മ ജ്യോതി ധർമ്മ സന്ദേശയാത്രയാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ സഹസ്ര ജ്യോതിർലിംഗം കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആധ്യാത്മിക ചേതന, ഭാരതത്തിൻ്റെ ആധ്യാത്മിക രഹസ്യം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി സർവരുടെ അടുത്ത് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ആരാണെന്നറിയാതെ ഉഴലുന്ന നമ്മുടെ സനാതന വിശ്വാസികൾക്ക് ഒരു പുതുജീവൻ ഉണർവ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യാത്ര. 5000 കൊല്ലങ്ങൾക്ക് മുൻപ് നടന്ന മഹായുദ്ധത്തിന്റെ വക്കിലാണ് ഇന്ന് ലോകം എത്തിയിട്ടുള്ളത്. അതിനെ ചെറുക്കുവാനും വിവേകികൾ ആകുവാനും മനുഷ്യനെ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് യാത്രയ്ക്ക് പിന്നിലെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. 2025 നവംബർ 16 ആലപ്പുഴയിൽ നിന്നും ആരംഭിച്ച യാത്ര ഏതാണ്ട് 800-ൽ പരം ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും കരയോഗ മന്ദിരങ്ങളിലും ക്ലാസുകൾ കൊടുത്ത് ഇപ്പോൾ പരിപാവനമായി അയ്യപ്പ ക്ഷേത്ര സന്നിധിയിൽ എത്തി നിൽക്കുകയാണ്. ഈ യാത്ര പറയുന്നത് 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഭൂമിയാകുന്ന കർമ്മക്ഷേത്രത്തിൽ നടന്ന തേർഡ് വേൾഡ് വാർ, 3ാം ലോക മഹായുദ്ധം അഥവാ മഹാഭാരത യുദ്ധത്തിൻ്റെ വക്കിലാണ് ലോകം എത്തി നിൽക്കുന്നത്. ഒരു കൂട്ടക്കുരുതി, ഒഴിവാക്കാൻ വയ്യാത്തൊരു കൂട്ടക്കുരുതിയുടെ വക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ സമയത്ത് ഭഗവാൻ അവതരിച്ചു എന്ന് വ്യാസമഹർഷി പറയും. ആ സമയത്ത് യഥാർത്ഥത്തിൽ അവതരിച്ചത് അമ്മയുടെ ഗർഭത്തിൽ പറക്കാത്ത പരമേശ്വരനാണ്. അജോബിസൻ അവ്വയാത്മാ ഭൂതാനാം ഈശ്വരോബിസൻ. ആ അമ്മയുടെ ഗർഭത്തിൽ പറക്കാത്ത പരമാത്മാവിനെയാണ് ശിവ എന്ന് വിളിച്ച് ഭാരതം ശിവ ജ്യോതിർലിംഗങ്ങളിൽ പൂജിക്കുന്നത്. ശിവജ്യോതിയുടെ അടയാളം എന്നാണ്. 2 വാക്ക് നമ്മൾ ശിവന്റെ കൂടെ മാത്രമേ ചേർക്കാറുള്ളൂ: സദാശിവൻ, പരമശിവൻ. ആ പരമമായ ജ്യോതി, സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായ ത്രിലോകത്തിൻ്റെ നാഥനായ പരമാത്മാവ്, എല്ലാ ആത്മജ്യോതികളുടെയും പരമപിതാവായിരിക്കുന്ന പരമാത്മാവ് ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട്. നമുക്ക് ഭഗവാൻ ആത്മജ്ഞാനം നൽകുകയാണ്. നമ്മൾ മരിച്ചു പോകുന്ന ശരീരമല്ല, ഞാനെന്ന് ചലയ്ക്കുന്ന പക്ഷി ആത്മാവാണ്. ഈ ആത്മബോധത്തിൽ പരമാത്മാവിനെ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാകും, നമ്മൾ പരന്ധാമമാകുന്ന വീട്ടിലേക്ക് പോകും. അതുകൊണ്ട് ഈ മഹാവിനാശത്തിലും ആരും മരിക്കില്ല, ദേഹങ്ങൾ മാത്രമേ മരിക്കുകയുള്ളൂ, ആത്മാവ് മരിക്കില്ല. അപ്രകാരം ഈ ഭൂമിയും മരിക്കുകയില്ല. കലിയുഗത്തിന് ശേഷം സത്യയുഗം പിറക്കും. ആ സത്യയുഗത്തിൽ ഭാരതം അവശേഷിക്കും. ആ സനാതനഖണ്ഡമായ ഭാരതം സ്വർഗമാകും, വൈകുണ്ഠമാകും. അവിടെ വൈകുണ്ഠനാഥനായ കൃഷ്ണൻ്റെ ജന്മമുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ കണി വയ്ക്കുമ്പോൾ കൃഷ്ണനെ വയ്ക്കുന്നു, അതേപോലെ പ്രളയജലത്തിൽ കൃഷ്ണൻ വരുന്നതായിട്ട് കാണിക്കുന്നു. സൃഷ്ടിയുടെ രാത്രിയിൽ വന്നത് എല്ലാവരുടെയും അച്ഛൻ, അല്ലാഹു എന്നും യഹോവ എന്നും ശിവ എന്നും വിളിക്കുന്ന ആ പരമപിതാവാണെങ്കിൽ സൃഷ്ടിയുടെ പ്രഭാതത്തിൽ പറക്കുന്നത് ആ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനായ ശ്രീകൃഷ്ണനായിരിക്കും. ഈ ഒരു സന്ദേശം എല്ലാവർക്കും കൊടുത്ത് നമ്മൾ സത്യത്തെയും ധർമ്മത്തെയും മുറുകെ പിടിച്ച് ജീവിക്കണമെന്നാണ് ഈ യാത്ര എല്ലാ ഭക്തജനങ്ങൾക്കും സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകം സജ്ജമാക്കിയ വാഹനത്തിൽ സഹസ്ര ജ്യോതിർലിംഗത്തിന്റെ പ്രദർശനവും ഉണ്ടായിരുന്നു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് NP ബാബു യാത്രാ നേതൃത്വത്തിന് ഉപഹാരം നൽകി ആദരിച്ചു. സെക്രട്ടറി B വിജയകുമാർ, ജോയിന്റ് സെക്രട്ടറി അനിയൻ കുമാർ, കമ്മിറ്റി അംഗം TK അശോക് കുമാർ എന്നിവരടക്കം നിരവധി പേർ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് ധർമ്മ സന്ദേശയാത്ര നെടുമ്പാശ്ശേരിയിലേക്ക് നീങ്ങി. 5 വയസ്സായ ഒരാൾക്ക് എത്ര നല്ല ആഹാരം കൊടുത്താലും എത്ര നല്ല ചികിത്സ കൊടുത്താലും അയാൾ 80 വയസ്സിലേക്ക് പോകുള്ളൂ. അയാൾ 70 വയസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ കാലാനുസൃതമായിട്ട് കാലം 4ാം പാദമായ കലിയുഗത്തിലേക്ക് കടക്കുമ്പോൾ വ്യാസമഹർഷി പറയാണ് ആത്മചൈതന്യം തീരെ ഇല്ലാതാവും. ഹിംസ, വ്യഭിചാരം, ചൂതുകളി, മദ്യപാനം, ധനാസക്തി ഇതെല്ലാം ലോകത്ത് വ്യാപിച്ച് മനുഷ്യൻ പുണ്യത്തെക്കുറിച്ച് ചിന്തിക്കില്ല. പണ്ട് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും പുണ്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കും. ഇപ്പോൾ മനുഷ്യൻ പണമാണെന്ന് ചിന്തിക്കുള്ളൂ. ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കാതെ മനുഷ്യൻ ഏത് വിധത്തിലും ധനമുണ്ടാക്കാൻ ശ്രമിച്ച് ഈ മനോഹരമായ ഭൂമി, നമ്മുടെ ഗാലക്സിയിൽ തന്നെ 10,000 കോടി നക്ഷത്രമുണ്ട്.
അങ്ങനെ 2 ലക്ഷം കോടി ഗാലക്സികളിൽ 10,000 കോടി നക്ഷത്രങ്ങളുള്ള മിൽക്ക് വേയിൽ ഈ മനോഹരമായ സാഗരങ്ങളും പുഴകളും പൂക്കളും മലകളും അനേക തരത്തിലുള്ള ജീവജാലങ്ങളും നേർന്ന് മനുഷ്യന് ഈശ്വരൻ പാർക്കാൻ തന്നിരിക്കുന്ന മനോഹരമായ ഭൂമിയെ ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.